തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊല, അതായത് ആ ഒരു മോൻ തന്നെ സ്വന്തം കുടുംബത്തിലുള്ള അമ്മയും സഹോദരനെ അതുപോലെ തന്നെ കാമുകിയും മാമനെയും മാമിയും എല്ലാവരെയും കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് കുറേയധികം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അമ്മയുണ്ടെങ്കിൽ ആശുപത്രിയിൽ തന്നെയാണ്. അമ്മ ബോധം തെളിഞ്ഞ സമയത്ത് ഈ ഒരു പോലീസുകാരൊക്കെ ചോദിച്ച സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യം, എൻ്റെ മോൻ കൊല്ലാൻ ശ്രമിച്ചതൊന്നുമല്ല, ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണയാണെന്നാണ് പറഞ്ഞത്. കാരണം മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അതെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ ചോദിച്ച എൻ്റെ ഇളയ മോൻ എന്തിയെ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ വിദേശത്തായിരുന്നു. അച്ഛനുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഈ ഒരു ഭാര്യയെ പോയി കണ്ട സമയത്തും ഭാര്യ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനുണ്ടെങ്കിൽ കട്ടിൽ നിന്ന് വീണതാണ്, അല്ലാതെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മോൻ 2 മക്കളും എന്തിന്നൊക്കെയാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ആ ഒരു അമ്മയ്ക്ക് അറിയത്തില്ല ഈ ഒരു മോനിപ്പം ജയിലിലാണെന്ന്, ഇളയവനുണ്ടെങ്കിൽ മരിച്ചു പോയെന്നും ഇങ്ങനത്തുള്ള കാര്യങ്ങളും ഒന്നും തന്നെ അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ കുറേയധികം ആൾക്കാർ വീടിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞ് ഈ ഒരു അമ്മ കാരണമാണ് ഈ മോൻ ഇത്രയും വഷളായത്, എല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെ. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്കളുടെ കാര്യത്തിലൊക്കെ നോക്കുന്നതിന് ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ ഒരു അമ്മയാണ് ഈ ഒരു മോനെ ഇത്രയും നശിപ്പിച്ചതെന്ന്. ചിലപ്പം ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് കറക്റ്റായിട്ടായിരിക്കാം. ചിലപ്പം എന്താ പറയുക, ആ ഒരു വളർത്തി വന്നപ്പോഴത്തേനും അവന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവന് കഷ്ടപ്പാടോ അങ്ങനെയൊന്നും അറിയിച്ചിട്ടുണ്ടായിരിക്കത്തില്ല, ദൂർത്തായിരിക്കാം എന്നൊക്കെയുള്ളത് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഫുള്ളായിട്ട് ആ ഒരു അമ്മയുടെ മേലിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാം അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും എല്ലാം മക്കളെ നല്ല രീതിയിൽ നോക്കണമെന്ന് വിചാരിക്കും. ചിലപ്പം അവർക്ക് കിട്ടണമെന്ന് വെച്ചിട്ടായിരിക്കും നല്ല രീതിയിൽ ആ ഒരു മക്കളെ വളർത്തുന്നത്, നല്ല രീതിയിൽ സ്വഭാവം വളർത്തണമെന്നും വെക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ചിലവരെ ക്യാരക്ടർ മാറുന്നത് നമുക്ക് ഉറപ്പിച്ചും എന്താ പറയുക 100% പറയാൻ പറ്റില്ല. ഇതൊക്കെ വീട്ടുകാരെ ലക്ഷണം കൊണ്ടാണ്. ചിലപ്പോൾ വീട്ടിലുണ്ടാവുന്ന, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യനാണെങ്കിൽ എത്ര മിനിറ്റ് ചിലപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലോ കോളേജിലോ ആയിരിക്കും വൈകുന്നേരം വരെ, പിന്നെ ട്യൂഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ വരുന്ന രാത്രിയായിരിക്കും. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ വീട്ടിൽ അധികം ആൾക്കാർ ഇപ്പം, അത് കുട്ടികൾ ചിലവഴിക്കുന്നു. ബാക്കിയെല്ലാം സ്കൂളോ കോളേജോ ഇങ്ങനെയുള്ളതായിരിക്കും. ഇതിൽ കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് വരുന്ന അവിടെ വെച്ചാണ്. സ്കൂളിലാണെങ്കിലും കോളേജാണെങ്കിലും അവിടെ കിട്ടുന്ന ഫ്രണ്ട്സ്, ഇനി ലഹരി ഉപയോഗം എല്ലാം വരുന്നത് ആ ഫ്രണ്ട്സിലൂടെയാണ്. ചിലപ്പോൾ ഒരു വ്യക്തി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് ഇവരിലേക്ക് ട്രൈ ചെയ്യും. ചിലവർ പറയും ഓക്കെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയണം, അതായത് ലഹരി യൂസ് ചെയ്യത്തില്ല എന്നൊക്കെ പറയണമെങ്കിൽ ആ ചിലവർ കൺട്രോൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലവർ ചെയ്യത്തില്ല. സോ എല്ലാവരും ഒരേ കണക്ക് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇതിപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ മേലില്ല, എല്ലാം കുറ്റം ഉമ്മയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഒരു വീഡിയോസൊക്കെ കണ്ടു. എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല. അതിപ്പം ആ പയ്യൻ്റെ ക്യാരക്ടറിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ ഓക്കെ, ചിലപ്പം അശ്രദ്ധയൊക്കെ ഉമ്മയ്ക്കും വന്നിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ഉമ്മ തന്നെയാണ് ഫുള്ള് തെറ്റിയത് നമുക്ക് ഉറപ്പിച്ച് പറയാനും ഒരിക്കലും പറ്റത്തില്ല. അതിപ്പം ആ ഒരു ഉമ്മയാണ് കംപ്ലീറ്റായിട്ട് തെറ്റിയതെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പയ്യൻ്റെ ഇതെല്ലാം ഒരു സ്വഭാവത്തിലൊക്കെ ചേഞ്ച് വരുന്നത് ഉമ്മയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അത് വളരെ റൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ കൂടുതലായിട്ട് ഫ്രണ്ട്സ് സർക്കിൾ അങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഒരു ചീത്തയായിട്ടുള്ള എന്താ പറയുക ഓരോ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. സോ അതുകൊണ്ട് തന്നെ എത്രമാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നത്തെ തലമുറയെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ എന്താ പറയുക ഒരു കഴിഞ്ഞ തലമുറ പോലെ അല്ല ഇന്നത്തെ തലമുറ. എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയനും കാര്യങ്ങളുണ്ട്. എല്ലാവരും മുതിർന്നവർ പറയുന്ന അങ്ങനെ കേൾക്കുന്ന തലമുറയൊന്നും അല്ല ഇന്നത്തെ തലമുറ. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നാൽ അവർ ചോദിക്കും. നമുക്കിപ്പം ഇന്നത്തെ ചില ന്യൂസൊക്കെ കണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന്. നമ്മുടെ വന്ന തലമുറയേക്കാൾ കുറേയധികം മാറ്റങ്ങൾ ഇന്നത്തെ തലമുറ, ഇപ്പോഴത്തെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറ, ഇപ്പോഴത്തെ ടീനേജേഴ്സ് ആയിട്ടുള്ളവർക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തലമുറകൾ പോലെ ഒന്നും തന്നെയല്ല. അവർ പേരൻസ് എന്നും പറയുന്ന അങ്ങനെ കേൾക്കുന്നില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഭയങ്കരമായിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്താൽ മാറും. എനിക്കത് പേരൻറ്റിങ് ഭയങ്കരമായിട്ട് ചെയ്താൽ മാറുമെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് അത്ര യോജിക്കാനും പറ്റത്തില്ല. കാരണം ഈ ഒരു പേരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലായാലും, ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ സ്കൂളുണ്ട്, കോളേജുണ്ട്, അവർ ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ട്. ഈ എല്ലായിടത്തും കയറി പേരൻസിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പരിമിതി വരെ, അതായത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യുക, അത് മാക്സിമം പറ്റാവുന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷം കൂടുതൽ ഇന്നത്തെ തലമുറ വെളിലോകമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങി പരിചയപ്പെടുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അധികമായിട്ട് വരുവാണ്. അവിടെ ഉണ്ടാകുന്ന ഈ സർക്കിൾ, അവർക്കുണ്ടാകുന്ന സർക്കിൾ വലുതായിട്ട് ബാധിക്കുന്നുണ്ട്. അതിന് ഇപ്പം നമ്മുടെ ഈ ഒരു പേരൻസ് മാത്രമല്ല, സമൂഹത്തിലുള്ള പോലീസായിട്ടുള്ള അങ്ങനെയുള്ള കുറേ അധികം സ്കൂളുകളിൽ കൊടുക്കേണ്ട അവയർനെസ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർന്നാലേ ഒരു ഗുഡായിട്ടുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഗുഡായിട്ടുള്ള ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ.